ഹലോ, 2 ദിവസം മുന്നേ കുത്തിയിട്ട കപ്പയ്ക്കാണ് കേട്ടോ ഇത്. ഇത് ഏകദേശം പഴുത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെത്തിയെടുക്കുന്നത്. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഗ്രൈൻഡറിനകത്താണ് ഇന്ന് മാവ് കുഴയ്ക്കുന്നത്. 2 ദിവസത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതിനു വേണ്ടി മാവിട്ട് കുഴയ്ക്കുന്നുണ്ട്. അങ്ങനെ അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കപ്പയ്ക്കൊക്കെ ചെത്തിയെടുത്തു. പണ്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു സാധനമായിരുന്നു കേട്ടോ കപ്പയ്ക്ക. എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഇതേപോലെ നമ്മുടെ തണ്ണിമത്തൻ്റെ കളറിൽ കപ്പയ്ക്ക ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അന്നാണ് എനിക്ക് ഈ സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. സത്യം പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിലിത് ഇഷ്ടം പോലെ ആർക്കും വേണ്ടാത്ത രീതിയിൽ വളർന്ന് നിൽപ്പുണ്ടായിരുന്നു. അന്നൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. ഇത് നമ്മുടെ വീട്ടിൽ പിടിച്ചതല്ല, ഇത് അപ്പുറത്തെ പറമ്പിൽ നിന്ന് കുത്തിയിട്ടാണ്. അങ്ങനെ അതൊക്കെ ചെത്തിയെടുത്തു. പിന്നെ കുറച്ച് ചപ്പാത്തി പരത്തിയെടുത്തു കേട്ടോ. കുറച്ച് ഇന്നത്തേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഞാനങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു. അങ്ങനെ ചപ്പാത്തിയൊക്കെ ആക്കി എടുത്തു. ചപ്പാത്തിയോട് കഴിക്കാൻ വേണ്ടി ചമ്മന്തി കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അരി പറഞ്ഞിട്ട് ചമ്മന്തി കറി ഉണ്ടാക്കിയാണ്. കഴിക്കാൻ തോന്നി ചമ്മന്തി ഉണ്ടാക്കിയതാണ്. നമ്മളിവിടെ കഴിക്കാറുണ്ട്. ആരൊക്കെ അങ്ങനത്തെ ചമ്മന്തി ചപ്പാത്തിയായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടോയെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അച്ഛന് കഴിക്കാൻ കൊടുത്തു. അരി എന്തോ വർക്കിലായിരുന്നു, അപ്പോൾ ഞാൻ അരിയും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്ന് കഴിക്കാൻ വേണ്ടി ചപ്പാത്തിയും ചമ്മന്തിയും കപ്പയ്ക്കൊക്കെ ആയിരുന്നു. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ രാത്രിത്തെ വിശേഷങ്ങൾ ഇന്നത്തെ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെ കയറി കാണണം കേട്ടോ. അപ്പോൾ